ഓക്കെ. സോ ഗുഡ് ഈവനിങ് എവരിവൺ. ഓഡിയോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഈ ഒരു സെഷനകത്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഐ തിങ്ക് 6 ലെക്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഇനി നമുക്ക് മേജർ ഏരിയാസ് ഒന്നുമില്ല. ടീച്ചിങ്ങിൽ ഇനി കുറച്ച് ചെറിയ ചെറിയ ടോപ്പിക് ഏരിയാസ് മാത്രമേ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ഏരിയാസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിലേറ്റഡ് ആയിട്ട് നമ്മളോട് ചോദിച്ച് കാണുന്ന ചില MCQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതൊന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ സെഷൻ്റെ പ്ലാൻ. ആൻഡ് ഐ ഹോപ്പ് ഓഡിയോ ഇസ് ക്ലിയർ, റൈറ്റ്? എന്തെങ്കിലും ട്രബിൾ ഉണ്ടോ? സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ഓരോ ക്വസ്റ്റ്യൻസ് കാണുന്നു, ആ ഏരിയ ഡിസ്കസ് ചെയ്ത് പോവുകയാണ് നമ്മുടെ പർപ്പസ്. ഓക്കെ. സോ ലാസ്റ്റ് ഇയർ ഐ തിങ്ക് 2023 ഡിസംബർ എക്സാമിനേഷനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വിർച്വൽ ഫീൽഡ് ട്രിപ്സ്? സോ ഫീൽഡ് ട്രിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, അത് വിർച്വൽ ഫീൽഡ് ട്രിപ്സ് കൂടെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഏത് ഓപ്ഷൻസാണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്? ഓക്കെ. അപ്പോൾ പ്രസി ഈസ് ദെയർ, കാഹൂത്ത്, വിർബേല, ഫ്ലിപ്ഗ്രിഡ് ആൻഡ് സെക്കൻഡ് ലൈഫ്. ദീസ് ആർ ദി ഓപ്ഷൻസ് ഗിവൺ. നിങ്ങൾക്ക് ആൻസർ ഒന്ന് ട്രൈ ചെയ്യാമോ? ബിക്കോസ് നമ്മൾ വിർച്വൽ ഫീൽഡ് ട്രിപ്പിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ കൂടിയും ക്യാൻ യു ട്രൈ? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് പ്രസി എന്താണെന്ന് നിങ്ങൾക്കറിയാം, കാഹൂത്ത് എന്താണെന്നറിയാം, ഫ്ലിപ്ഗ്രിഡ് എന്താണെന്നറിയാം, റൈറ്റ്? പ്രസി ഫോർ വീഡിയോ പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. കാഹൂത്ത് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഗെയിമിഫിക്കേഷൻ ടൂളാണ്, റൈറ്റ്? ഗെയിമിഫിക്കേഷന് വേണ്ടി ക്യൂസസ് ബിൽഡ് ചെയ്യാനും ഒക്കെ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഫ്ലിപ്ഗ്രിഡും അതേപോലെ തന്നെ നമുക്ക് റെക്കോർഡ്സ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നൊരു പ്ലാറ്റ്ഫോമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ ഈ 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ വിർച്വൽ ഫീൽഡ് ട്രിപ്പിന് ഇത് 3 ഉപയോഗിക്കാൻ പറ്റുമോ? ഇത് 3 ആ ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. സോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നവ അപ്പോൾ ഏതൊക്കെയായിരിക്കും? സിമ്പിൾ സെൻസിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വിർബേലയും സെക്കൻഡ് ലൈഫും ആണ് നമുക്ക് അറിയില്ലാത്ത 2 ആപ്ലിക്കേഷൻസ്, റൈറ്റ്? ഈ 2 ആപ്ലിക്കേഷൻസിൽ ഏതാണ് ഓപ്ഷൻസ് റൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്താൽ മതി. ബിക്കോസ് പ്രസി അവോയ്ഡ് ചെയ്യാം, ദെൻ അതേപോലെ തന്നെ കാഹൂത്ത് അവോയ്ഡ് ചെയ്യാം, ഫ്ലിപ്ഗ്രിഡും അവോയ്ഡ് ചെയ്യാം. ഇത് 3 അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 2 ഓപ്ഷൻസാണ് വരുന്നത്, സി ആൻഡ് ഇ. അതാണ് റൈറ്റ് ആൻസർ. മനസ്സിലായോ ചെയ്തത്? എങ്ങനെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ഇൻട്രാക്ട് ചെയ്യണേ പ്ലീസ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കൺസെപ്റ്റ് എന്താണ് ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ എല്ലായ്പ്പോഴും ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ച സാധനം തന്നെ ചോദിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് എലിമിനേഷനാണ്. ഇവിടെ ഫീൽഡ് ട്രിപ്പ്, വിർച്വൽ ട്രിപ്സ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടില്ല. ബിക്കോസ് ടീച്ചിങ്ങിൽ പല രീതിയിൽ പല ICT എനേബിൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിലൊരു ഏരിയയാണ് വിർച്വൽ ട്രിപ്സ് ഒക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ആപ്ലിക്കേഷൻസ്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോയിട്ടേ ഇല്ല. ബിക്കോസ് അങ്ങനെ ഒരു ഏരിയ നമുക്ക് പഠിക്കാൻ അങ്ങനെ ഡയറക്റ്റ്ലി വരുന്നൊരു കാര്യമല്ല. അതുകൊണ്ടാണ് അവർ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമുക്ക് അറിയാവുന്ന ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, റൈറ്റ്? നമുക്കറിയാവുന്ന പ്രസി തന്നിട്ടുണ്ട്, കാഹൂത്ത് തന്നിട്ടുണ്ട്, അതേപോലെ ഫ്ലിപ്ഗ്രിഡ് തന്നിട്ടുണ്ട്. ഇത് 3ൻ്റെയും പർപ്പസ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അത് 3 നമുക്ക് അവോയ്ഡ് ചെയ്തുകൊണ്ട് റൈറ്റ് ആൻസർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ്, ഈ ഒരു വേ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ത്രൂ ഔട്ട്. ഐ ഹോപ്പ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ, റൈറ്റ്? ഇനി അവിടെ വിർബേല ആൻഡ് സെക്കൻഡ് ലൈഫ് ഇത് സിമുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, റിയൽ ലൈക്ക് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ്. സിമുലേറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റൈറ്റ്? സിമുലേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആസ്ട്രോനറ്റ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ അവരെ റിയലി സ്പേസിലേക്ക് കൊണ്ടുപോയി ട്രെയിൻ ചെയ്യിക്കാൻ പറ്റുമോ? അതിന് പകരം അതേപോലുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെയായിരിക്കും അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. എക്സാമ്പിൾ പൈലറ്റിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആരും ആലോചിച്ചാൽ മതി. പൈലറ്റ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് ഒറിജിനൽ ഫ്ലൈറ്റിൽ അവർ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ചിലപ്പോൾ ഒരു റൂമിനകത്ത് ഫ്ലൈറ്റ് പോലൊരു സെറ്റപ്പ് ഉണ്ടാക്കി അതിനകത്ത് ഇരുത്തി പഠിപ്പിക്കുമായിരിക്കും. ഇത്തരം ട്രെയിനിങ്ങുകളെല്ലാം സിമുലേഷനാണ്. റിയൽ ലൈക്ക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. സിമുലേഷന് വേണ്ടി ഉപയോഗിക്കാവുന്ന 2 ടൂളുകളാണ് വിർബേലയും സെക്കൻഡ് ലൈഫും. വിർച്വൽ ഫീൽഡ് ട്രിപ്പൊക്കെ അതുവഴി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ പ്രസി, കാഹൂത്ത്, ഫ്ലിപ്ഗ്രിഡ് ഇത് 3 എന്തിനു വേണ്ടിയൊക്കെയാണ്? പ്രസി ഫോർ പ്രസൻറ്റേഷൻ, കാഹൂത്ത് ഫോർ ക്യൂസസ്
ആൻഡ് ഫ്ലിപ്ഗ്രിഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് അതിന്മേൽ ഡിസ്കഷൻസ് കണ്ടക്ട് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് വിർച്വൽ ട്രിപ്സിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കില്ല. റൈറ്റ്? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം? LMSൻ്റെ എക്സാമ്പിൾസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ക്യാൻ യു ഡു ദാറ്റ്? ഐ തിങ്ക് ഈ ക്വസ്റ്റ്യൻ നമ്മൾ PYQസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നൊരു ക്വസ്റ്റ്യനാണ്. കഹൂത്ത്, ക്യാൻവാസ്, ക്യാൻവ, മൂഡിലാണത്. മൂഡിൽ ആൻഡ് പാഡ്ലെറ്റ്. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ്? മൂഡിൽ ഓൺലി ആണോ എന്ന് മാത്രം ചിന്തിക്കുക. ഓപ്ഷൻസിൽ മൂഡിലുണ്ട്. സോ റൈറ്റ് ആൻസർ ഏതൊക്കെയായിരിക്കാം? യെസ്, റൈറ്റ്. ക്യാൻവാസ് എന്ന് പറയുന്നത് ഒരു LMS പ്ലാറ്റ്ഫോമാണ്. ക്യാൻവാസും മൂഡിലുമാണ് ഇത് തന്നിരിക്കുന്നതിൽ LMS പ്ലാറ്റ്ഫോംസ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. ബാക്കിയുള്ളവ റൈറ്റ്. കഹൂത്ത് നമ്മൾ ഓൾറെഡി പലതവണ ക്വസ്റ്റ്യൻസിൽ കണ്ടു. അതൊരു ഗെയിമിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ്. ക്യാൻവ ആണെങ്കിൽ ഇമേജ് എഡിറ്റിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം. പാഡ്ലെറ്റ് ലൈക്ക് എ വൈറ്റ് ബോർഡ്, ഇൻറ്ററാക്റ്റീവ് വൈറ്റ് ബോർഡ് പോലെയാണ് പാഡ്ലെറ്റ് ആക്ട് ചെയ്യുന്നത്. റൈറ്റ്. സോ റൈറ്റ് ആൻസർ ഈസ് ക്യാൻവാസ് ആൻഡ് മൂഡിൽ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ക്യാൻവാസ് ആൻഡ് മൂഡിൽ ആർ എക്സാമ്പിൾസ് ഓഫ് മൂഡിലാണ്. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഇഗ്നോർ ഇറ്റ്. ക്യാൻവാസ് ആൻഡ് മൂഡിൽ ആർ എക്സാമ്പിൾസ് ഓഫ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതേസമയം കഹൂത്ത്, ക്യാൻവ, പാഡ്ലെറ്റ് ആർ നോട്ട് ട്രഡീഷണൽ LMS പ്ലാറ്റ്ഫോംസ്. ദേ ആർ അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കഹൂത്ത് എന്ന് പറഞ്ഞാൽ ക്യൂസസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി, ക്യാൻവ ഗ്രാഫിക് ഡിസൈൻ വേണ്ടി ഉപയോഗിക്കുന്നു. ദെൻ പാഡ്ലെറ്റ് എന്ന് പറയുന്ന ഒരു വൈറ്റ് ബോർഡാണെന്ന് ഞാൻ പറഞ്ഞു. കൊളാബറേറ്റീവ് കണ്ടൻറ് ബോർഡ് ഓർ വൈറ്റ് ബോർഡ്. നമ്മളിപ്പോൾ കൊളാബറേറ്റീവ് വൈറ്റ് ബോർഡ്സ് ഉപയോഗിക്കാറുണ്ട്. എല്ലാവർക്കും എഡിറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഇൻട്രാക്ഷനൊക്കെ പോസിബിൾ ആവുന്ന രീതിയിലുള്ള വൈറ്റ് ബോർഡ്സ്. ഇപ്പോൾ സൂമിലൊക്കെ വൈറ്റ് ബോർഡ്സ് അവൈലബിൾ അല്ലേ? അതേപോലെ മീറ്റിലൊക്കെ അത്തരത്തിലുള്ള വൈറ്റ് ബോർഡായിട്ടാണ് പാഡ്ലെറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നമ്മളിങ്ങനെ രണ്ടാമത് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഓരോ പ്ലാറ്റ്ഫോമും എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്നൊന്ന് ഓർത്തെടുക്കുക കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് Mentimeter is a tool used for creating interactive video in education. Statement 2 പറയുന്നത് Kahoot is a tool for assessment in education. What do you think? Mentimeter and Kahoot. Mentimeter interactive വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ടൂളാണോ? കഹൂത്ത് എന്ന് പറയുന്ന അസസ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാവുന്നൊരു ടൂളാണോ? എന്താണ് നിങ്ങളുടെ ആൻസർ? ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് Mentimeter ഡെഫിനറ്റ്ലി ഫോൾസ് ആണ്. Mentimeter നമ്മൾ ഇൻട്രാക്റ്റീവ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ല ഉപയോഗിക്കുന്നത്. കഹൂത്ത് ഒരു ഗെയിമിഫിക്കേഷൻ പ്ലാറ്റ്ഫോം ആണെന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ ഗെയിമിഫിക്കേഷനിലൂടെ നടത്തുന്നത്? ക്യൂസസ് കണ്ടക്ട് ചെയ്യുകയാണ്. റൈറ്റ്? വൈൽ വി ആർ കണ്ടക്ടിങ് ക്യൂസസ്, ഇതൊരു അസസ്മെൻ്റായിട്ട് യൂസ് ചെയ്തൂടെ? കുട്ടികളുടെ പ്രോഗ്രസ് എത്രമാത്രം എന്ന് അറിയാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഗെയിമിഫിക്കേഷൻ, ഈ പറയുന്ന ക്യൂസസുകൾ വഴി അവരെത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ, ഫോർമേറ്റീവ് വാല്യുവേഷനും സമ്മേറ്റീവ് വാല്യുവേഷനും കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കഹൂത്ത് ഒരു അസസ്മെൻറ്റ് പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് പറയാം. റൈറ്റ്? സോ ഓപ്ഷൻ 1 ഫോൾസ് ആണ്. ഓപ്ഷൻ 2 ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. Mentimeter എന്തിനു വേണ്ടിയാണ്? ഇൻട്രാക്റ്റീവ് പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും പോൾസ്, ക്യൂസസ് കണ്ടക്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കാവുന്നൊരു പ്ലാറ്റ്ഫോമാണ് Mentimeter. അത് നമുക്ക് ഇൻട്രാക്റ്റീവ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. എസ്പെഷ്യലി Mentimeter എന്ന് പറയുമ്പോൾ നിങ്ങളെന്താ ഓർക്കേണ്ടത്? പോളാണ്. സർവേ പോളുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണ് Mentimeter. ദെൻ കഹൂത്ത് ആണെങ്കിൽ കോമൺലി യൂസ്ഡ് ഫോർ അസസ്മെൻറ്റ്, ക്യൂസസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയും ഇൻട്രാക്റ്റീവ് ഗെയിമിംഗ് ആക്ടിവിറ്റീസൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ കഹൂത്ത് ഉപയോഗിക്കാം. സോ ഓപ്ഷൻ 1 ശരിയാണ്. അല്ല, ഓപ്ഷൻ 1 തെറ്റാണ്, രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ടൂൾ യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് ഓൺലൈൻ ലേണിംഗ് ഗെയിംസ്? ഐ തിങ്ക് ദിസ് വൺ ഈസ് റിയലി ഈസി, റൈറ്റ്? എല്ലാവർക്കും ആൻസർ ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ. ഓൺലൈൻ ലേണിംഗ് ഗെയിംസ് ഓർ ഗെയിമിഫിക്കേഷൻ വേണ്ടി ഉപയോഗിക്കാവുന്ന പ്ലാറ്റ്ഫോം ഏതാണ്? Mentimeter, Padlet, Kahoot and Zoom. ഓക്കെ, കഹൂത്ത്, ക്യൂസ്ലെറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന ഓൺലൈൻ ലേണിംഗ് ഗെയിംസ് എന്നുള്ള രീതിയിൽ പറയാം. ക്യൂസസ് കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ലേണിംഗ് ഗെയിമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ റൈറ്റ് ആൻസർ ഈസ് കഹൂത്ത്.
So Kahoot is the tool used for creating and sharing online learning games. So interactive ക്യൂസസ് ക്രിയേറ്റ് ചെയ്യാനും സർവേസ് ഡിസ്കഷൻസ് ഇതൊക്കെ എൻഗേജിങ് വേയിൽ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ. എ ടീച്ചർ ഈസ് പ്രിപ്പയറിംഗ് എ കോഴ്സ് ഓഫ് സയൻസ്. He or she wants to add an exercise that promotes collaboration and problem solving among learners. What kind of group should he or she form? അപ്പോൾ ഇങ്ങനെ ഒരു പർപ്പസ് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? കൊളാബറേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ടീച്ചർക്ക് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യേണ്ടത്. കൊളാബറേഷനും പ്രോബ്ലം സോൾവിങ്ങും ഒക്കെ നടക്കണം. അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലുള്ള ഗ്രൂപ്പായിരിക്കണം അദ്ദേഹം ഫോം ചെയ്യേണ്ടത്? ഇൻഡിപെൻഡൻറ്റ് സ്റ്റുഡൻറ്റ് അസൈൻമെൻറ്റ്, ടീച്ചർ സെൻട്രിക് ഗ്രൂപ്പ്, സ്റ്റുഡൻറ്റ് സെൻട്രിക് ഗ്രൂപ്പ്, സോഷ്യൽ ഗ്രൂപ്പ്സ്. ഇതൊക്കെ ജസ്റ്റ് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യുന്നു ചിന്തിക്കാൻ മാത്രമുള്ള ക്വസ്റ്റ്യൻസാണ്. അതായത് സ്റ്റുഡൻസിൻ്റെ കൊളാബറേഷനും പ്രോബ്ലം സോൾവിങ്ങും ഒക്കെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് ചിന്തിക്കണം എന്ന് ഉള്ള സിറ്റുവേഷൻ വരണമെങ്കിൽ ഇത് ഏത് തരത്തിലുള്ള ഗ്രൂപ്പായിരിക്കണം? സ്റ്റുഡൻറ്റ് സെൻട്രിക് ആയിരിക്കണം. സ്റ്റുഡൻറ്റ് സെൻട്രിക് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം ഇതാണ്. സ്വന്തമായിട്ട് കൂടുതൽ ചിന്തിക്കുകയും പ്രോബ്ലം സോൾവിങ്ങിൽ എൻഗേജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് സ്റ്റുഡൻറ്റ് സെൻട്രിക് ആണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് സെൻട്രിക് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻഷുർ ചെയ്യാൻ സാധിക്കുന്നത്. റൈറ്റ്, സോ ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ഓരോ ടൈപ്പ് എന്താണെന്ന് അറിയാലോ. ഇൻഡിപെൻഡൻറ്റ് സ്റ്റുഡൻറ്റ് അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ കൊളാബറേഷൻ ഇല്ല, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇൻഡിപെൻഡൻറ്റ്. ദെൻ ടീച്ചർ സെൻട്രിക്, ടീച്ചർ ഓർഗനൈസ് ചെയ്യുന്ന, ടീച്ചറായിട്ട് ഡിസൈഡ് ചെയ്യുന്ന ഗ്രൂപ്പ്സ്. അവിടെ കൂടുതൽ എങ്ങനെയായിരിക്കും? പർപ്പസ് എന്ന് പറയുന്നത് ടീച്ചർക്ക് അവിടെ ഒരു പ്രോമിനൻറ്റ് റോളുണ്ട്. ടീച്ചർ സെൻട്രൽ റോൾ പ്ലേ ചെയ്തുകൊണ്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ആണെങ്കിൽ അത് ടീച്ചർ സെൻട്രിക് ഗ്രൂപ്പ്സ് ആണ്. സ്റ്റുഡൻറ്റ് സെൻട്രിക് ആണെങ്കിൽ സ്റ്റുഡൻസിന് ആക്റ്റീവ് റോളുണ്ട്. അവിടെയാണ് കൊളാബറേഷനും പ്രോബ്ലം സോൾവിങ്ങും ഒക്കെ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് നടക്കുക. ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആണെങ്കിൽ ബേസ്ഡ് ഓൺ ഇൻട്രാക്ഷൻ ആൻഡ് റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്സ് ഒക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെയാണ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ 5 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്? എന്തെങ്കിലും ഇതുവരെ പറഞ്ഞ ഏരിയയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? Shall I move on then? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പറയാമോ? മെന്റിമീറ്ററിന്റെ പറഞ്ഞത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണോ? ഓക്കെ ഓക്കെ, പറയൂ. ഇതിൽ എന്താണ് കൺഫ്യൂഷൻ? ഓക്കെ, മെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പോളും സർവേ ഒക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ്. ലൈക്ക് നമ്മളിപ്പോൾ ഗൂഗിൾ ഫോംസ് ഒക്കെ ഉപയോഗിക്കില്ലേ, അതേപോലെ യൂസ് ചെയ്യാവുന്ന ഒരു ടൂളായിട്ടാണ് മെന്റിമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എഡ്യൂക്കേഷൻ സെറ്റിങ്സിൽ റിയൽ ടൈം ക്യൂസസ് കണ്ടക്ട് ചെയ്യാം, പോൾസ് കണ്ടക്ട് ചെയ്യാം, അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് മെന്റിമീറ്റർ വർക്ക്. പോരെ? ശരി, അങ്ങനെ ഒന്ന് ഓർത്തേക്കണം. മെന്റിമീറ്റർ പലതവണ വന്നിട്ടുണ്ട്. അവിടെ ചോദിച്ചിരിക്കുന്നത് സർവീസ് പോൾസ്, അതേപോലെ റിയൽ ടൈം ഇൻട്രാക്ഷൻസ്. അവിടെ റിയൽ ടൈം പോളുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ ക്ലാസ് റൂമിൽ വന്നിട്ട് ലൈവായിട്ടൊരു ഫാക്കൽറ്റി ഒരു പോൾ കണ്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാവുന്ന ടൂളാണ് മെന്റിമീറ്റർ. അത് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പോൾ സർവേസ് ഒക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ മെന്റിമീറ്ററും കഹൂത്തും ഒക്കെ പറഞ്ഞു. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ, റൈറ്റ്? ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലേണിംഗ് ആർ നോട്ട് റിലേറ്റഡ് ടു കണ്ടൻറ്റ്? ഓക്കെ, സോ ഇത്തരം ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കേണ്ടത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഏരിയയിൽ നമ്മൾ കൂടുതലായിട്ടും പഠിക്കുന്നത് അപ്ലൈ ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, സിലബസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലും ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി. ചോദിക്കുന്നത് എന്താണ്? താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ ഫാക്ടേഴ്സാണ് കണ്ടൻറ്റ് റിലേറ്റഡ് അല്ലാത്തത്? ഓക്കെ, ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ കണ്ടൻറ്റ് റിലേറ്റഡ് അല്ലാത്ത ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്ന ഏരിയയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. സോ റെഡിനെസ് ആൻഡ് വിൽ പവർ, ഓർഗനൈസേഷൻ ഓഫ് ദി കണ്ടൻറ്റ് ആൻഡ് ഓർ ലേണിംഗ് എക്സ്പീരിയൻസസ്, ബേസിക് പൊട്ടൻഷ്യൽ ഓഫ് ദി ലേണർ, നേച്ചർ ഓഫ് ദി കണ്ടൻറ്റ് ആൻഡ് ഓർ ലേണിംഗ് എക്സ്പീരിയൻസ്, മാസ്റ്ററി ഓവർ ദി സബ്ജക്റ്റ് മാറ്റർ. അപ്പോൾ ഇത് വളരെ ഈസി അല്ലേ? കണ്ടൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്, കണ്ടൻറ്റ് ബേസ്ഡ് അല്ലാത്തതും ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ റെഡിനെസ് ആൻഡ് വിൽ പവർ കണ്ടൻറ്റ് ബേസ്ഡ് ആണോ?
ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഇൻഡിവിജ്വൽ, ആ വ്യക്തിയെ ബേസ് ചെയ്തിട്ടാണ്. സോ ദാറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ കണ്ടന്റ് ബേസ്ഡ് അല്ല, റൈറ്റ്. ദെൻ ഓർഗനൈസേഷൻ ഓഫ് ദി കണ്ടന്റ് ആൻഡ് ലേണിംഗ് എക്സ്പീരിയൻസ്, അവിടെ കണ്ടന്റ് ആണ്. കണ്ടന്റ് എത്രമാത്രം പ്രോപ്പർലി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് എന്താണ്, കണ്ടന്റ് ബേസ്ഡ് ആണ്, റൈറ്റ്. ദെൻ ബേസിക് പൊട്ടൻഷ്യൽ ഓഫ് ദി ലേണർ എന്ന് പറയുന്നത് കണ്ടന്റ് ബേസ്ഡ് അല്ല. ദെൻ നേച്ചർ ഓഫ് ദി കണ്ടന്റ് ആൻഡ് ലേണിംഗ് എക്സ്പീരിയൻസ് കണ്ടന്റ് ആണ്. ആൻഡ് മാസ്റ്ററി ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ എത്രമാത്രം നല്ലോണം അറിയാം എന്ന് പറയുന്നത് കണ്ടന്റ് ബേസ്ഡ് അല്ല, സബ്ജക്റ്റ് മാറ്ററിലുള്ള അറിവാണ് അവിടെ പറയുന്നത്, റൈറ്റ്. സോ ഈ പറയുന്ന 3 കാര്യങ്ങൾ, അതായത് റെഡിനെസ് ആൻഡ് വിൽ പവർ, ദെൻ ബേസിക് പൊട്ടൻഷ്യൽ ഓഫ് ദി ലേണർ ആൻഡ് മാസ്റ്ററി, ഇത് 3 കണ്ടന്റ് റിലേറ്റഡ് അല്ലാത്ത ലേണിംഗ് ഫാക്ടർ, റൈറ്റ്. സോ A, C ആൻഡ് E ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് അഫക്റ്റ് ലേണിംഗ് ഓഫ് ദി ലേണർ? ലേണറുടെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു. ഫാമിലി സ്ട്രക്ചർ, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ടൈപ്പ് ഓഫ് സ്കൂൾ. ഇതിലേതൊക്കെയാണ് ലേണറുടെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ചില ക്വസ്റ്റ്യൻസ് നമ്മൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതെന്ന് പറയുന്നതിനുള്ള എക്സാമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ. അതായത് ലേണർ ഒരു ഇൻഡിവിജ്വൽ പഠിക്കുന്ന വ്യക്തിയാണല്ലോ, അദ്ദേഹത്തിൻ്റെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യാവുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരിക്കലും സ്റ്റുഡൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയോ അല്ലെങ്കിൽ ലേണറുടെ ക്വാളിറ്റീസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റിയല്ല, ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യാവുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ ഫാമിലി അഫക്റ്റ് ചെയ്യാം, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് അഫക്റ്റ് ചെയ്യാം, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അഫക്റ്റ് ചെയ്യാം, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, ടൈപ്പ് ഓഫ് സ്കൂൾ അഫക്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ ഫാക്ടേഴ്സും യഥാർത്ഥത്തിൽ ലേണറുടെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യാവുന്ന ഫാക്ടേഴ്സാണ്. അതായത് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതല്ല, എല്ലാം അഫക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഈ തന്നിരിക്കുന്ന 4 കാര്യങ്ങളും ലേണറുടെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഓക്കെ, സോ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, നമ്മൾ 3 തരത്തിലുള്ള എഡ്യൂക്കേഷൻ, 2 തരത്തിലുള്ള എഡ്യൂക്കേഷനാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. ടീച്ചർ സെൻറ്റേഡ് ആൻഡ് ലേണർ സെൻറ്റേഡ് എഡ്യൂക്കേഷൻ മെത്തേഡ്സിനെ പറ്റി പറഞ്ഞു. അതേപോലെ തന്നെ ലേണിംഗ് സെൻറ്റേഡ് എഡ്യൂക്കേഷൻ മെത്തേഡും പറയാം. ടീച്ചർ സെൻറ്റേഡ്, ലേണർ സെൻറ്റേഡ് ആൻഡ് ലേണിംഗ് സെൻറ്റേഡ് വേർ പ്രോമിനൻസ് ഈസ് ഗിവൺ ടു ദി സബ്ജക്റ്റ് കണ്ടൻറ്റ്. സബ്ജക്റ്റ് കണ്ടൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അത് പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്ന രീതിയിലുള്ള ലേണിംഗ് സ്റ്റൈലാണെങ്കിൽ അത് ലേണിംഗ് സെൻറ്റേഡാണ്, മാസ്റ്ററി ബേസ്ഡ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ അപ്രോച്ചസും അതിൻ്റെ ഡിസിപ്ലിനറി ആസ്പെക്ട്സുമാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഡിസിപ്ലിനറി ആസ്പെക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത് ഷെയ്ഡ്, പാർട്ടിസിപ്പേറ്ററി, ഇമ്പോസ്ഡ്, സെൽഫ് കൺട്രോൾഡ്. മാച്ച് ചെയ്യാൻ ശ്രമിച്ചേ. കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയാലും വളരെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിലേതാണ് ഇമ്പോസ്ഡ്? അതാണ് ഏറ്റവും ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അല്ലേ. ഇമ്പോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറാണ് ഇമ്പോസ് ചെയ്യുന്നത്, റൈറ്റ്. ടീച്ചർ സെൻറ്റേഡ് ആണെങ്കിൽ സ്റ്റുഡൻറ്റിന്മേൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള പഠന ശൈലിയായിരിക്കും ഫോളോ ചെയ്യുന്നത്. ലേണർ സെൻറ്റേഡ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി ലൈക്ക് എങ്ങനെയായിരിക്കും ലേണർ സെൻറ്റേഡ് ആണെങ്കിൽ ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. പാർട്ടിസിപ്പേറ്ററി ആണ്, ലേണറുടെ പാർട്ടിസിപ്പേഷൻ നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. ലേണിംഗ് സെൻറ്റേഡ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി സെൽഫ് കൺട്രോൾഡ്. അത് മാറിപ്പോയോ നിങ്ങൾക്ക്? അത് എന്തുകൊണ്ടാണ് കൺഫ്യൂഷൻ വന്നതെന്ന് ഞാൻ പറയാം. ലേണർ സെൻറ്റേഡും ലേണിംഗ് സെൻറ്റേഡും, റൈറ്റ്. ലേണർ സെൻറ്റേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആർക്കാണ് പ്രൊമിനൻസ് ഉള്ളത്? ലേണർക്കാണ്. അതോടൊപ്പം ഫാക്കൽറ്റി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ, റൈറ്റ്. ലേണർ സെൻറ്റേഡ് ടീച്ചിങ് മെത്തേഡ്സിൽ അവിടെ ഒരു ഫാക്കൽറ്റി ഉണ്ട്, ടീച്ചറുണ്ട്. ടീച്ചർക്കും സ്റ്റുഡൻറ്റിനും പ്രാധാന്യമുള്ള മെത്തേഡ് എന്നാണ് ലേണർ സെൻറ്റേഡ് മെത്തേഡ്സിനെ പറ്റി നമ്മൾ ഓർക്കേണ്ടത്. ഓക്കെ, ടീച്ചർക്കും സ്റ്റുഡൻറ്റിനും പ്രാധാന്യമുണ്ട്, 2 പേർക്കും റോളുണ്ട്. സോ സ്റ്റുഡൻസ് പ്ലേസ് ഈക്വൽ റോൾ എന്ന് പറയാം. ഒരു പാർട്ടിസിപ്പേറ്ററി റോൾ പ്ലേ ചെയ്യുന്നത് സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഷെയർഡ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി എന്ന് പറയുന്നത് ലേണർ സെൻറ്റേഡ് മെത്തേഡ്സിലാണ്. ആൻഡ് ലേണിംഗ് സെൻറ്റേഡ് ആണെങ്കിൽ അവിടെ പഠിക്കുക, സ്വയം കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മളായിട്ട് സബ്ജക്റ്റ് മാറ്റർ പഠിച്ചെടുക്കാനുള്ള ശ്രമമായിരിക്കും വരിക. സെൽഫ് കൺട്രോളാണ് അവിടെ കൂടുതൽ മാച്ച് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, അങ്ങനെ ഓർക്കുക കേട്ടോ. അടുത്ത ആ കൺസെപ്റ്റ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ജസ്റ്റ് നോക്കാം.
ടീച്ചർ സെൻറ്റേഡ് ആണെങ്കിൽ ഇമ്പോസ്ഡ് ആണ്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് അപ്രോച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി ടീച്ചർ ബീയിങ് ദി സെൻട്രൽ ഫിഗർ ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ദി ലേണിംഗ് പ്രോസസ്സ്. ലേണിംഗ് പ്രോസസ്സിൽ ആർക്കാണ് പ്രോമിനൻസ് എന്ന് ഞാൻ പറഞ്ഞു, ടീച്ചർക്കാണ്. ടീച്ചർ കൃത്യമായിട്ട് എന്താണ് പഠിക്കേണ്ടതെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നു സ്റ്റുഡൻറ്റ്. അത് കൃത്യമായിട്ട് ക്ലാസ് റൂമിൽ അവതരിപ്പിച്ച് ഇത് നിങ്ങൾ പഠിക്കണം എന്ന് പറയുന്ന രീതിയാണെങ്കിൽ അത് ടീച്ചർ സെൻറ്റേഡ് ആണ്. വേറെസ് ലേണർ സെൻറ്റേഡ് ആണെങ്കിൽ പാർട്ടിസിപ്പേറ്ററി ആണ്. രണ്ട് പാർട്ടീസും ഈക്വൽ റോൾ പ്ലേ ചെയ്യും. സോ ദിസ് അപ്രോച്ച് എംഫസൈസസ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ലേണിംഗ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് ലേണർ. രണ്ട് പാർട്ടീസിനും ഷെയർഡ് റെസ്പോൺസിബിലിറ്റി വരുന്ന സിറ്റുവേഷനാണ് ലേണർ സെൻറ്റേഡ് മെത്തേഡ്സിൽ. ലേണിംഗ് സെൻറ്റേഡ് ആണെങ്കിൽ ഇവിടെ ഫോക്കസ് എന്താണ്, ലേണേഴ്സ് എബിലിറ്റിയാണ്. സ്വന്തമായിട്ട് നമ്മൾ ലേണിംഗ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ദിസ് അപ്രോച്ച് ഫോക്കസ് ഓൺ ദി ലേണേഴ്സ് എബിലിറ്റി ടു കൺട്രോൾ ആൻഡ് ഡയറക്റ്റ് ദെയർ ഓൺ ലേണിംഗ് എക്സ്പീരിയൻസ്. നമ്മളുടെ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ സംബന്ധിച്ച കാര്യമാണ്. നമ്മൾ എത്രമാത്രം കൺട്രോൾ ചെയ്യുന്നുണ്ട്, നമ്മൾ എത്രമാത്രം സ്ട്രിക്റ്റ്ലി ആ ഒരു ലേണിംഗ് ഫോളോ ചെയ്യുന്നുണ്ട്, അത്രമാത്രം നല്ലോണം നമുക്ക് പഠിക്കാൻ സാധിക്കും. അതാണ് ലേണിംഗ് സെൻറ്റേഡ് അപ്രോച്ചസ് പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. അടുത്തൊരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 എന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. എ ലേണേഴ്സ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഹാസ് നോ ഇമ്പാക്റ്റ് ഓൺ ഹിസ് ഓർ ഹെർ ലേണിംഗ് എക്സ്പീരിയൻസ്. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 2, ജെൻഡർ ഈസ് നോട്ട് എ സ്ട്രോങ് പ്രെഡിക്റ്റർ ഓഫ് അക്കാഡമിക് അച്ചീവ്മെൻറ്റ്. സോ വാട്ട് ഡു യു തിങ്ക്? കഴിഞ്ഞ നേരത്തെ നമ്മൾ കണ്ട ഒരു ക്വസ്റ്റ്യനുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം കൺഫ്യൂഷൻ വരാം. കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, റൈറ്റ്? യെസ്, ലേണേഴ്സ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഹാസ് നോ ഇമ്പാക്റ്റ് ഓൺ ഹിസ് ഓർ ഹെർ ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തെറ്റാണ്. ലേണറുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിന് ലേണിങ്ങിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേസമയം ജെൻഡർ എന്ന് പറയുന്നത് അക്കാഡമിക് അച്ചീവ്മെൻ്റ് ഒരു സ്ട്രോങ് പ്രഡിക്റ്റർ അല്ല. മെയിലാണെങ്കിൽ അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ അച്ചീവ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ സാധിക്കും? ഇല്ല. അതുകൊണ്ട് ജെൻഡർ എന്ന് പറയുന്നത് അക്കാഡമിക് എക്സ്പീരിയൻസിൻ്റെ അല്ലെങ്കിൽ അക്കാഡമിക് അച്ചീവ്മെൻ്റ് ഒരു സ്ട്രോങ് പ്രഡിക്റ്റർ അല്ല എന്ന് പറയുന്നത് ശരിയാണ്. അതേസമയം കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ, സോ സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ശരി, നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് മേ നോട്ട് അഫക്റ്റ് ലേണിംഗ്? ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യാത്ത ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല, ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ആ ഒരു ഏരിയയിൽ നിന്നാണ്. അപ്പോൾ അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു, ഇൻഡിവിജ്വൽ ഡിഫറൻസസിൽ നിന്ന് നമുക്ക് കാണാപ്പാഠം പഠിച്ചുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ചോദ്യങ്ങൾ വരുന്നത് ഈ രീതിയിലായിരിക്കും. ഏതായിരിക്കും ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത്, ഏതാണ് ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യാത്തത്, എന്താണ് ആ ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതിലേതൊക്കെയാണ് ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യാത്ത ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ്? കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ഹൈറ്റ്, ബ്ലഡ് ഗ്രൂപ്പ്, ഏജ്, കോംപ്ലക്ഷൻ. ഓക്കെ, ഇതിൽ ഡെഫിനറ്റ്ലി ഒഴിവാക്കാവുന്ന കാര്യങ്ങളൊന്നും ഒഴിവാക്കിയാൽ മതി. ഹൈറ്റ് ഒഴിവാക്കുക, ബ്ലഡ് ഗ്രൂപ്പ് ഒഴിവാക്കുക, ദെൻ കോംപ്ലക്ഷൻ ഒഴിവാക്കുക, റൈറ്റ്? ബാക്കി ഏതൊക്കെയുണ്ട്? അപ്പോൾ നമ്മൾ ബി ഒഴിവാക്കി, സി ഒഴിവാക്കി ആൻഡ് ഇ ഒഴിവാക്കി, റൈറ്റ്? ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് പലപ്പോഴും കൺഫ്യൂസ് ചെയ്യിപ്പിക്കാമെങ്കിലും ഏകദേശം ഒരു 3 out of 5 സ്കോർ ചെയ്യാവുന്ന ഏരിയ തന്നെയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. 4 out of 5 നമ്മൾ ടാർഗറ്റ് ചെയ്യുക, ഓർ 5 out of 5 നമ്മൾ ടാർഗറ്റ് ചെയ്യുക. എനി ക്വസ്റ്റ്യൻസ്? 10 ക്വസ്റ്റ്യൻസ് ആയി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, CBCSനെ പറ്റി ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അതിനെപ്പറ്റി നമ്മൾ പറയാനിരിക്കുന്ന ടോപ്പിക്കാണ്. സോ അത് പറഞ്ഞതിന് ശേഷം അതിനകത്ത് തന്നെ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. CBCS നമ്മുടെ അടുത്ത ലെക്ചറിലാണ് വരുന്നത് കേട്ടോ. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ് അവിടെ പറയാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ഫോർമേറ്റീവ് ഇവാലുവേഷൻ ദി ഓവറോൾ പെർഫോമൻസ് ഓഫ് ദി സ്റ്റുഡൻറ്റ് ആർ റിപ്പോർട്ടഡ് ടു ദി പാരൻസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ.
Statement 2, in summative evaluation, the teacher clarifies the doubts of the students in the class itself. You need to understand, ഫോർമേറ്റീവ് സമ്മേറ്റീവ് ഒരുപാട് തവണ ഒരുപാട് രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിളാണിതും. എന്തു തോന്നുന്നു? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സുകളിൽ ഏതൊക്കെയാണ് ശരിയെന്ന് നിങ്ങൾക്ക് പറയാമോ? ഓക്കെ, ഓപ്ഷൻ ബി ആണ് എല്ലാവരും പറയുന്നത്, റൈറ്റ്. 2 സ്റ്റേറ്റ്മെൻറ്റുകളും തെറ്റാണ്. ഇൻ ഫോർമേറ്റീവ് ഇവാലുവേഷൻ തന്നിരിക്കുന്നത് ദി ഓവറോൾ പെർഫോമൻസ് ഓഫ് ദി സ്റ്റുഡൻസ് ആർ റിപ്പോർട്ടഡ് ടു ദി പാരൻസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. എൻഡ് ഓഫ് ദി ഇയർ ചെയ്യുകയാണെങ്കിൽ സമ്മേറ്റീവ് ആണ്, റൈറ്റ്. കോഴ്സ് കണ്ടന്റ് ഡെലിവർ ചെയ്തതിന് ശേഷം പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ സമ്മേറ്റീവ് എന്ന് പറയും. അതേസമയം കോഴ്സ് കണ്ടന്റ് ഡെലിവർ ചെയ്യുന്നതിന് ഇടയിലാണ്, റൈറ്റ്, ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുക, ഓർ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, Q&A നടത്തുക, ഡിസ്കഷൻ നടത്തുക, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഫോർമേറ്റീവ് വാല്യൂഷൻ എന്ന് പറയുന്നത്. സോ 2 സ്റ്റേറ്റ്മെൻറ്റുകളും തെറ്റാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നമ്മളുടെ 13ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ് സമ്മേറ്റീവ് ഇവാലുവേഷൻ ഇൻ ഇവാലുവേഷൻ പ്രോസസ്? ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദി ടീച്ചർ ക്ലാരിഫൈസ് ദി ഡൗട്ട്സ് ഓഫ് ദി സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് ഇറ്റ് സെൽഫ്. ഏത് ടൈപ്പാണത്? ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണ്. എ ടീച്ചർ അവാർഡ്സ് ഗ്രേഡ്സ് ടു സ്റ്റുഡൻസ് ആഫ്റ്റർ ഹാവിങ് ട്രാൻസാക്റ്റഡ് ദി കോഴ്സ് വർക്ക്. സോ ഇതൊക്കെ 2023-24 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഐ തിങ്ക് ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സെയിം കൺസെപ്റ്റുകൾ തന്നെ വീണ്ടും 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 ചോദിക്കുന്നതാണ്. അപ്പോൾ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രേഡേഷന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഗ്രേഡുകൾ കൊടുക്കാനും അല്ലെങ്കിൽ ആ യൂണിറ്റ് എൻഡ് ടെസ്റ്റുകൾ എന്നുള്ള രീതിയിൽ കണ്ടക്ട് ചെയ്യുമ്പോഴും പാരൻസിന് ഫീഡ്ബാക്ക് കൊടുക്കാനും ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ സമ്മേറ്റീവ് ഇവാലുവേഷനാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ? സെയിം ക്വസ്റ്റ്യൻ മറ്റൊരു രീതി ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സമ്മേറ്റീവിന് പകരം ഫോർമേറ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത്. എ ടീച്ചർ അവാർഡ്സ് ഗ്രേഡ്സ് ടു ദി സ്റ്റുഡൻറ്റ് ആഫ്റ്റർ ഹാവിങ് ട്രാൻസാക്റ്റഡ് ദി കോഴ്സ് വർക്ക്. അതേതാണ്? സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ്. ടീച്ചർ ക്ലാരിഫൈസ് ദി ഡൗട്ട്സ് ഓഫ് ദി സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് ഇറ്റ് സെൽഫ്. ക്ലാസ്സിൽ തന്നെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുകയാണെങ്കിൽ അതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഓക്കെ, സോ ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് മാച്ച് ചെയ്തേ. ഫോർമേറ്റീവ്, സമ്മേറ്റീവ്, പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, 4 ഇവാലുവേഷൻ ടൈപ്സ് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് നമുക്ക് ലിസ്റ്റ് 2-ൽ അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് തന്നിരിക്കുന്നത്. ഒന്ന് മാച്ച് ചെയ്യുക. സോ ഫസ്റ്റ് പറയുന്നത്, ദി പർപ്പസ് ഈസ് ടു ചെക്ക് ദി ആപ്റ്റിറ്റ്യൂഡ് ഓഫ് എ കാൻഡിഡേറ്റ്സ് ഫോർ ദി കോഴ്സ് ഓർ സബ്ജക്റ്റ്. എൻട്രൻസ് എക്സാമിനേഷൻ ക്യാൻ ബി കണ്ടക്റ്റഡ് ഫോർ ദി സെയിം. എൻട്രൻസ് എക്സാമിനേഷൻ എന്തിനു വേണ്ടിയാണ്? ഒരു സ്റ്റുഡൻറ്റിൻ്റെ പ്ലേസ് ചെയ്യാൻ, റൈറ്റ്? ദാറ്റ് ഈസ് എ പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ. സോ എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുകയോ സ്റ്റുഡൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്ത് ആ കോഴ്സിലേക്ക്, ഏത് കോഴ്സിലേക്ക് ഇദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുമ്പോൾ അവിടെ വരുന്നതാണ് പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, ഇറ്റ് പ്രൊവൈഡ് സ്റ്റുഡൻസ് വിത്ത് ഫീഡ്ബാക്ക് റിഗാർഡിംഗ് ഹിസ് ഓർ ഹെർ സക്സസ് ഓർ ഫെയിലിയർ ഇൻ അറ്റൈനിങ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. സ്റ്റുഡൻസിന് ഫീഡ്ബാക്ക് കിട്ടുന്നു, റൈറ്റ്? അതെപ്പോഴാണ്? ചിന്തിക്കുക. ദിസ് ഇവാലുവേഷൻ പ്രൊവൈഡ്സ് ആൻ എക്സ്പ്ലനേഷൻ ഫോർ ദി പോസിബിൾ കോസസ് ഓഫ് പ്രോബ്ലംസ് ഇൻ ലേണിംഗ്. ലേണിങ്ങിലെ പ്രോബ്ലംസ് എന്താണ്, അതായത് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? അതിനെയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. എന്താണ് കുട്ടിയുടെ പ്രശ്നം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ അത് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണ്, റൈറ്റ്? ഇത് രണ്ടും നമ്മൾ മാച്ച് ചെയ്തു. വാട്ട് അബൌട്ട് ദി ലാസ്റ്റ് വൺ? ദിസ് മെത്തേഡ് ഓഫ് ജഡ്ജിങ്, it is a method of judging the worth of the program at the end of the program activities. പ്രോഗ്രാം ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ട് പ്രോഗ്രാം എത്രമാത്രം വേർത്തിയായിരുന്നു എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ സമ്മേറ്റീവ് ഇവാലുവേഷൻ, റൈറ്റ്? ഫീഡ്ബാക്ക് കൊടുക്കുക എന്നുള്ള എന്താണ്? അതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷനായിട്ട് വരുന്നത്. സോ ദിസ് ഈസ് ദി മാച്ച്. റൈറ്റ് ആൻസർ കിട്ടിയോ? A2, B1, C4 ആൻഡ് D3. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു, റൈറ്റ്? ശരി, ഓക്കെ. സോ 15 ക്വസ്റ്റ്യനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാൻ ഓരോ 5 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ നിർത്തുന്നുണ്ട്. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ് പർപ്പസ്. ഐ തിങ്ക് ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, റൈറ്റ്? ബിക്കോസ് ഇവാലുവേഷൻ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കാണ്. ആ ഒരു ഏരിയ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോയിക്കോട്ടെ.
ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. പുട്ട് ദി ഫോളോയിങ് ഇൻ ദി കറക്റ്റ് സീക്വൻസ് ഇൻ ദി ലൈറ്റ് ഓഫ് ഇവാലുവേഷൻ സിസ്റ്റം. സോ ഇവാലുവേഷൻ ടൈപ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ അവർ കുറച്ചുകൂടി അപ്ലൈഡ് ആയിട്ട് നമ്മളോട് ചോദിക്കുകയാണ്. ആരുടെ മൈക്ക് ഓൺ ആണ്? എന്നോട് ഡൗട്ട്സ് ചോദിക്കുന്നതാണോ? അല്ല, എന്നോട് ഡൗട്ട് വയ്ക്കുന്നതല്ല, വേറെന്തോ ഡൗട്ട് പറയുന്നതല്ലേ. ശരി, എനിവേ പുട്ട് ദി ഫോളോയിങ് ഇൻ കറക്റ്റ് സീക്വൻസ് ഇൻ ദി ലൈറ്റ് ഓഫ് ദി പ്രോസസ് ഓഫ് ഇവാലുവേഷൻ സിസ്റ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊന്ന് അപ്ലൈഡ് ലെവലിൽ നമ്മൾ ചോദിക്കുകയാണ്, ഈ തന്നിരിക്കുന്ന ഇവാലുവേഷൻ സിസ്റ്റത്തിനെ ഒന്ന് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ, ഇവാലുവേഷൻ സിസ്റ്റത്തിൻ്റെ പ്രോസസ്സിനെ ഒന്ന് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആർ ഗിവൺ. ആ ഓരോ പോയിന്റുകളെയും നമ്മൾ ഓർഡറിലൊന്ന് അറേഞ്ച് ചെയ്യാമോ എന്ന് ശ്രമിച്ച്. സോ ഫസ്റ്റ് നമ്മൾ ഗിവൺ പോയിന്റ്സ് ഒന്ന് ഞാൻ വായിക്കാം. ഡെവലപ്മെൻറ്റ് ആൻഡ് യൂസ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ദെൻ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡേറ്റ, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ക്രൈറ്റീരിയൻ, ഫോർമുലേഷൻ ഓഫ് ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് ടേക്കിംഗ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ. സോ എവിടെ സ്റ്റാർട്ട് ചെയ്യണം? വേർ ഡു വി സ്റ്റാർട്ട്? ഓക്കെ, ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ക്രൈറ്റീരിയൻ. എന്തിനു വേണ്ടി നമ്മൾ ഇവാലുവേഷൻ നടത്തണം? ഇവാലുവേഷൻ്റെ ഒബ്ജക്റ്റീവ്സും ഇവാലുവേഷൻ ക്രൈറ്റീരിയയും സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമതായോ, ഡെവലപ്മെൻറ്റ് ഓഫ് യൂസ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡേറ്റ കളക്ഷന് വേണ്ടി ഏത് ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിക്കും, എങ്ങനെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതിനിടയിൽ ഒരു ഡേറ്റ കളക്ഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ അത് പറയാത്തത് കൊണ്ട് ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നു. മൂന്നാമതായിട്ട് ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ, ഡേറ്റയെ റീഡ് ചെയ്യുകയാണ്, അതാണ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡേറ്റ. ആൻഡ് ഫൈനലി ഇൻ്റർപ്രിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ടേക്ക് ജഡ്ജ്മെൻറ്റ്സ്, റൈറ്റ്? നമ്മളൊരു ജഡ്ജ്മെൻറ്റിലേക്ക് പോവുകയാണ്. ഫോർമുലേഷൻ ഓഫ് ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് ടേക്കിംഗ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ. ദാറ്റ് ഈസ് ദി ഫോർത്ത് സ്റ്റേജ്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, റൈറ്റ്? സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. റിഫ്ലക്റ്റീവ് വാല്യുവേഷൻ ടേക്സ് ഇൻ ടു അക്കൗണ്ട്. റിഫ്ലക്റ്റീവ് വാല്യുവേഷനുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് സെഷനിൽ ആരൊക്കെയോ ഡൗട്ട്സ് ചോദിച്ചിരുന്നു. സോ റിഫ്ലക്റ്റീവ് വാല്യുവേഷൻ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, എന്ത് ഫാക്ടർക്കാണ്? സോ സബ്ജക്റ്റീവ് പെർസെപ്ഷൻ ഓഫ് പബ്ലിക് ഇഷ്യൂ, മിയർ കൗണ്ടിങ് ഓഫ് സൊസൈറ്റൽ ഡെവലപ്മെൻറ്റ്, ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പബ്ലിക് റീസണിങ്, എക്സ്റ്റെൻസീവ് ആർഗ്യുമെൻറ്റ്സ് ഓൺ ഇനിക്വാലിറ്റീസ്. സോ എന്താണ് റിഫ്ലക്റ്റീവ് ഇവാലുവേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആ ഒരു കൺസെപ്റ്റ് എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട്, നമുക്കതെങ്ങനെ നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കും, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ പറയുമ്പോൾ അവിടെ റിഫ്ലക്റ്റീവ് ഇവാലുവേഷൻ ഉണ്ട്. സോ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കൺസെപ്റ്റ് ഡെവലപ്മെൻറ്റൊക്കെ നമ്മൾ റിഫ്ലക്റ്റീവ് ഇവാലുവേഷൻ എന്ന് പറയും. സോ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് എത്രമാത്രമുണ്ട്, പബ്ലിക് റീസണിങ് എബിലിറ്റീസ് എത്രമാത്രമുണ്ട്, ഇവിടെയൊക്കെയാണ് റിഫ്ലക്റ്റീവ് തിങ്കിങ് വരുന്നത് കേട്ടോ. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, ദെൻ വീണ്ടും മാച്ച് ദി ഫോളോയിങ് ആയിട്ട് വന്നതാണ്. ഇവിടെ ഫോർമേറ്റീവ് സമ്മേറ്റീവ് ഇവാലുവേഷൻ, ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ, നോം റെഫറൻസ്ഡ് ഇവാലുവേഷൻ. ഒന്ന് മാച്ച് ചെയ്യാമോ? ഓക്കെ, ആയിക്കോട്ടെ. ഡി ഫോർമേറ്റീവ് നമ്മൾ ലിസ്റ്റ് 2 വായിച്ച് പറയാം അല്ലേ, അതല്ലേ നല്ലത്. കമ്പയർസ് വൺ സ്റ്റുഡൻറ്റ് വിത്ത് അനദർ സ്റ്റുഡൻറ്റ്. ഏതാണത്? ഒരു സ്റ്റുഡൻറ്റിനെ മറ്റൊരു സ്റ്റുഡൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു, പിയറുമായിട്ട് കമ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ നോം റെഫറൻസ്ഡ് ഇവാലുവേഷൻ, റൈറ്റ്? ഒരു സ്റ്റുഡൻറ്റിനെ മറ്റൊരു സ്റ്റുഡൻറ്റുമായിട്ട് കമ്പയർ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന എന്തൊരു ഇഷ്യൂ ഉണ്ട്. എനിവേ നമുക്കതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിരിക്കുന്നതിൽ പ്രശ്നമുണ്ടോ? ഇല്ല അല്ലേ, ഇല്ല. സോ നോം റെഫറൻസ്ഡ് ഇവാലുവേഷൻ. ദെൻ രണ്ടാമത്തത് കമ്പയർസ് ദി പ്രോഗ്രസ് ഓഫ് ദി സ്റ്റുഡൻറ്റ് എഗെയിൻസ്റ്റ് പ്രീ സ്പെസിഫൈഡ് സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ. ക്രൈറ്റീരിയ സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിൽ അതൊരു ക്രൈറ്റീരിയ ആണ്. ആ ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ യൂസ്ഡ് പ്രൈമർലി ഫോർ മോട്ടിവേഷൻ ആൻഡ് മോണിറ്ററിങ് ദി പർപ്പസ് ഓഫ് ലേണിംഗ്. മോട്ടിവേഷൻ, ഫീഡ്ബാക്ക് എന്നൊക്കെ പറഞ്ഞ് കാണുവാണെങ്കിൽ ഉടനെ എന്തെടുത്ത് ഇടുക? ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ദെൻ യൂസ്ഡ് പ്രൈമർലി ഫോർ ഗ്രേഡേഷൻ ആണെങ്കിൽ ദാറ്റ് ഈസ്
സമ്മേറ്റീവ് വാലുവേഷൻ. സോ ദാറ്റ്സ് ദി റൈറ്റ് ആൻസർ, ഓപ്ഷൻ ബി. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് നേരെ പോവാം. നമ്മൾ ഇതിനിടയിൽ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഓപ്ഷൻ ബി ആണ് എനിക്ക് കിട്ടിയത്. ബി അല്ലേ? ശരിയല്ലേ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്? ഹലോ, ആ പറഞ്ഞോളൂ. അല്ല സർ, അതിൽ ഫസ്റ്റ് ലിസ്റ്റ് 1 അതിന്റെ നമ്പർ കൊടുത്തിട്ട് ആ ഓക്കെ ഓക്കെ. ആണല്ലോ. ഓ, നമ്പർ മാറിപ്പോയി. ഓ ശരി 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 ശരി. ഇപ്പോൾ എന്തായാലും കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ അല്ലേ? ശരി, ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ അഡോളസെൻറ്റ്? നമ്മൾ അഡോളസെൻറ്റ് ലേണറിനെ പറ്റിയും അഡൾട്ട് ലേണറിനെ പറ്റിയൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ പറഞ്ഞപ്പോഴും ഞാൻ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു, ഇതൊക്കെ നമ്മൾ ജനറലി പഠിക്കുന്നതാണ്. എന്നിരുന്നാൽ നമ്മളോട് ചോദിക്കുന്നത് ഇത് അപ്ലൈഡ് ലെവലിലായിരിക്കും. ലൈക്ക് ദിസ് വൺ, അഡോളസെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ഒരു അഡോളസെൻറ്റ് ലേണറുടെ ക്യാരക്ടറിസ്റ്റിക്സ്? സോ ഇൻക്രീസിങ് ഇൻഡിപെൻഡൻസ് ഫ്രം അഡൾട്ട് കൺട്രോൾ, റാപ്പിഡ് physiological changes, emotionally matured, acts rationally, increased focus on activities with peer groups. സോ മാച്ച് ചെയ്തു. ഏതൊക്കെ ഒഴിവാക്കാം? ഇമോഷണലി മെച്യൂർഡ് ആണെന്ന് പറയുന്നത് തെറ്റാണ്, റൈറ്റ്? ഉറപ്പായിട്ടും സി തെറ്റാണ്. ദെൻ റാഷണൽ ആക്ഷൻ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അത് രണ്ടും അഡൾട്ട് ലേണറിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. എല്ലായ്പ്പോഴും ശരിയാണെന്നില്ല. എന്നിരുന്നാൽ കൂടിയും ഈ രണ്ട് കാര്യങ്ങളാണ് അഡൾട്ട് ലേണറിൽ നിന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് എടുക്കാം. ഇൻഡിപെൻഡൻസ്, അഡൾട്ട് കൺട്രോളിൽ നിന്ന് ഇൻഡിപെൻഡൻസ് കൂടുതൽ നേടാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരുപാട് ഫിസിയോളജിക്കൽ ചേഞ്ചസ് അവരിൽ നടന്നുകൊണ്ടിരിക്കും. ദെൻ പിയർ ആക്ടിവിറ്റീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരായിരിക്കും അഡോളസെന്റ് ലേണർ. സോ എ, ബി ആൻഡ് ഇ ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ, സ്വയത്തെ പറ്റി നമ്മൾ മുമ്പ് ICT-യുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലും സ്വയം വരുന്നുണ്ട്. അത് നമ്മൾ അടുത്ത സെഷനിലായിരിക്കും പറയാം. എന്നിരുന്നാൽ കൂടിയും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തില്ലെങ്കിലും ICT-യിൽ നമ്മൾ സ്വയവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിലിംഗ് ഓൾറെഡി നടത്തിയതാണ്. അപ്പോൾ സ്വയം ട്രൈസ് ടു ടേക്ക് ദി ബെസ്റ്റ് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് ടു ഓൾ സ്റ്റുഡൻസ് ത്രൂ. സ്വയമിൽ എന്താണ് ഉള്ളതെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സെമിനാർസ്, വീഡിയോ ലെക്ചേഴ്സ്, ക്ലാസ് റൂം ടീച്ചിങ്, കോൺഫറൻസസ്. സോ സ്വയം പ്ലാറ്റ്ഫോം എന്താ കൊടുക്കുന്നത്? വീഡിയോ ലെക്ചേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ റൈറ്റ് ആൻസർ ഈസ് വീഡിയോ ലെക്ചേഴ്സ്. ഓക്കെ. വാട്ട് ഈസ് ദി ഗുഡ് ഓൾട്ടർനേറ്റീവ് ടു ഇപ്സേറ്റീവ് അസസ്മെൻറ്റ്? അപ്പോൾ എന്താണ് ഇപ്സേറ്റീവ് അസസ്മെൻറ്റ് എന്ന് ഓർക്കുന്നുണ്ടല്ലോ? ഇപ്സേറ്റീവ് അസസ്മെൻറ്റ് ഏതാണ്? ഒരു സ്റ്റുഡൻറ്റിനെ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രീവിയസ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇപ്സേറ്റീവ് അസസ്മെൻ്റ് ആണ്. അപ്പോൾ അതിനൊരു നല്ല ഓൾട്ടർനേറ്റീവ് ഏതാണ്? നോം റെഫറൻസ് അസസ്മെൻറ്റ്, ക്രൈറ്റീരിയൻ റെഫറൻസ് അസസ്മെൻറ്റ്, പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ്. ഇതിലേതായിരിക്കും അതിനൊരു നല്ല ഓൾട്ടർനേറ്റീവ്? ഓൾ ഓഫ് ദി എബോവ് ആണോ? നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ ഇപ്സേറ്റീവ് അസസ്മെൻറ്റ് എന്താണെന്ന് അറിയാം. ഇപ്പോൾ നോം റെഫറൻസിലാണെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു സ്റ്റുഡൻറ്റിനെ ആ സ്റ്റുഡൻറ്റ് തന്നെ പ്രീവിയസ് സ്കോറിന് കമ്പയർ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം? മറ്റ് സ്റ്റുഡൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ സ്കോർ നമുക്ക് അസസ് ചെയ്യാം. പോസിബിളാണ്, റൈറ്റ്? ഇനി ക്രൈറ്റീരിയൻ റെഫറൻസിലാണെങ്കിൽ ഒരു സ്കോർ, ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് ആ സ്റ്റാൻഡേർഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് സ്റ്റുഡൻറ്റ് എങ്ങനെ പെർഫോം ചെയ്തു എന്ന് പറയാം. അതും പോസിബിളാണ്. ഇനി പോർട്ട്ഫോളിയോ അസസ്മെൻ്റ് ആണെങ്കിൽ ഇതുവരെ സ്റ്റുഡൻറ്റ് എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് നേടിയിട്ടുണ്ട് അതിനെ മനസ്സിലാക്കി സ്റ്റുഡൻറ്റ് അസസ് ചെയ്യാം, റൈറ്റ്? ജസ്റ്റ് പ്രീവിയസ് സ്കോറുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് പകരം ചെയ്യാവുന്നതാണ് ഇവയെല്ലാം. സോ ഓൾ ദീസ് ആർ ഗുഡ് ഓൾട്ടർനേറ്റീവ് അഗെയിൻസ്റ്റ് ഇപ്സേറ്റീവ് അസസ്മെൻറ്റ്. ഓൾ ഓഫ് ദി എബോവ് ആണ് റൈറ്റ് ആൻസർ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു മോണിറ്റർ സ്റ്റുഡൻസ് പ്രോഗ്രസ് ആൻഡ് പ്രൊവൈഡ് ഫീഡ്ബാക്ക് ഡ്യൂറിങ് ദി ടീച്ചിങ് ലേണിംഗ് പ്രോസസ്? അപ്പോൾ റിപ്പീറ്റ് ചെയ്യണോ? വേണ്ടല്ലോ. സ്റ്റുഡൻറ്റിനെ മോണിറ്റർ ചെയ്യുക, അവരുടെ പ്രോഗ്രസ്, ഫീഡ്ബാക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ആ ടേംസ് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്ത് പറയണം? ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആണെന്ന് പറയണം, റൈറ്റ്? സോ ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആണ് റൈറ്റ് ആൻസർ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓൺലൈൻ ടൂൾസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ലൈവ് പോളിംഗ് ആൻഡ് ഫീഡ്ബാക്ക്? ലൈവ് പോളിംഗ് ആൻഡ് ഫീഡ്ബാക്ക് ഇതിനുവേണ്ടി ഉപയോഗിക്കാവുന്ന ഏത് ടൂളാണുള്ളത്? എഡ്പസിൽ,
MindMeter, Google Docs, Mentimeter. ഓക്കെ, നിങ്ങൾ എത്രമാത്രം ശ്രദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് ഇവിടെ നിന്ന് മനസ്സിലാക്കാം കേട്ടോ. റൈറ്റ്. മെൻറ്റിമീറ്ററും MindMeter തമ്മിൽ മാറിപ്പോകല്ലേ. MindMeter എന്ന് പറയുന്നത് മൈൻഡ് മാപ്പിംഗ് ടൂളാണ്. മെൻറ്റിമീറ്ററാണ് ലൈവ് പോളിംഗ് ചെയ്യാം, സർവേ കണ്ടക്ട് ചെയ്യാം, ഫീഡ്ബാക്ക് എടുക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. സോ Mentimeter ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് ഗൂഗിൾ ഡോക്സ് ഇൻ ICT ബേസ്ഡ് ടീച്ചിങ്? ഗൂഗിൾ ഡോക്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ലൈവ് പോളിംഗ് ആൻഡ് ഫീഡ്ബാക്ക്, കണ്ടൻറ് ക്രിയേഷൻ, മൈൻഡ് മാപ്പിംഗ്, ഇൻട്രാക്റ്റീവ് വീഡിയോസ്. ഗൂഗിൾ ഡോക്സ് ഇതിലേതോടുകൂടി നിങ്ങൾ ചേർത്ത് വയ്ക്കുന്നു മാത്രം ചിന്തിച്ചാൽ മതി. ഏതിനോടുകൂടി ചേർത്ത് വയ്ക്കാം? ഗൂഗിൾ ഡോക്സ് ഫോർ കണ്ടൻറ് ക്രിയേഷൻ, റൈറ്റ്? കണ്ടൻറ് ക്രിയേഷന് വേണ്ടിയാണ് നമ്മൾ ഗൂഗിൾ ഡോക്സ് യൂസ് ചെയ്യുന്നത്. ശരി, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി ഇൻവോൾവ്സ് നോയിങ് ഹൗ ടു പെർഫോം ടാസ്ക് ഓർ മോട്ടോർ സ്കിൽസ്? ഓക്കെ, ഇവിടെ കുറച്ച് ടൈപ്പ് ഓഫ് മെമ്മറി പറഞ്ഞിട്ടുണ്ട്. സെമാൻറ്റിക് മെമ്മറി, പ്രൊസീജിയറൽ മെമ്മറി, എപ്പിസോഡിക് മെമ്മറി ആൻഡ് പ്രൈമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെമ്മറി ടൈപ്സിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് ക്വസ്റ്റ്യൻ നമ്മൾ സിലബസിൽ ഡയറക്റ്റ്ലി ഇല്ലാത്തൊരു കാര്യമാണ്. എന്നാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഐ തിങ്ക് 2 or 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് മുമ്പ്. അപ്പോൾ ജസ്റ്റ് മെമ്മറി ടൈപ്സ് ഒന്ന് ബ്രീഫ്ലി പറയാം. സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുമ്പോൾ ദിസ് റെഫേഴ്സ് ടു അവർ നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി വേൾഡ് ഇൻക്ലൂഡിങ് ഫാക്റ്റ്, കൺസെപ്റ്റ് ആൻഡ് ഐഡിയാസ്. നമ്മൾ ആ ഒരു കാര്യം നമ്മുടെ കൃത്യമായിട്ട് നമ്മൾ വേൾഡിനെ എങ്ങനെ മനസ്സിലാക്കുന്നു, അതാണ് സെമാൻറ്റിക് കൺസെപ്റ്റ് വരുന്നത്. സോ നമ്മളുടെ നോളജ്, നമ്മളുടെ ഡിഫറെൻറ്റ് കൺസെപ്റ്റുകളെ എങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മളുടെ ഐഡിയാസ് എന്തൊക്കെയാണ്, അതൊക്കെ ഏത് മെമ്മറിയിൽ വരും? സെമാൻറ്റിക് മെമ്മറിയുടെ ഭാഗമാണ്. പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ദിസ് ടൈപ്പ് ഓഫ് മെമ്മറി സ്റ്റോഴ്സ് ഹൗ ടു പെർഫോം ടാസ്ക് ഓർ സ്കിൽസ്. ഓരോ കാര്യം എങ്ങനെ ചെയ്യണം എന്നുള്ളത് സേവ് ചെയ്യുന്നത് പ്രൊസീജിയറൽ മെമ്മറിയിലാണ്. ഫാക്റ്റ്, കൺസെപ്റ്റ്, ഐഡിയാസ് ഒക്കെ സെമാൻറ്റിക് മെമ്മറിയിലാണെങ്കിൽ എങ്ങനെയാണ് ഒരു കാര്യം പെർഫോം ചെയ്യേണ്ടത്, ലൈക്ക് റൈഡിങ് എ ബൈക്ക്, പ്ലേയിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ് പോലുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, ആ പ്രൊസീജിയർ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് പ്രൊസീജിയറൽ മെമ്മറിയുമായി ബന്ധപ്പെട്ടാണ്. എപ്പിസോഡിക് മെമ്മറി ആണെങ്കിൽ ദിസ് റെഫേഴ്സ് ടു മെമ്മറീസ് ഓഫ് സ്പെസിഫിക് ഇവൻറ്റ്സ് ഓർ എക്സ്പീരിയൻസ് ഇൻ അവർ ലൈഫ്. നമ്മളുടെ ജീവിതത്തിലെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകൾ, ഇതൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് വരുവാണെങ്കിൽ, ഇതൊക്കെ നമ്മൾ ഓർത്തെടുക്കുകയാണെങ്കിൽ അത് എന്തിൻ്റെ ഭാഗമാണ്? എപ്പിസോഡിക് മെമ്മറിയുടെ ഭാഗമാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇതാണ് 3 തരത്തിലുള്ള മെമ്മറി, നമ്മൾ മനസ്സിലാക്കേണ്ട 3 തരത്തിലുള്ള മെമ്മറി: സെമാൻറ്റിക് മെമ്മറി, പ്രൊസീജിയറൽ മെമ്മറി ആൻഡ് എപ്പിസോഡിക് മെമ്മറി. ദെൻ പിന്നെ ഒരു കൺസെപ്റ്റ് ആ ക്വസ്റ്റ്യനിലുണ്ട്, പ്രൈമിംഗ് എന്ന് പറയും. പ്രൈമിംഗ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ ഫിനോമിനൻ വെയർ എക്സ്പോഷർ ടു എ സ്റ്റിമുലസ് ലൈക്ക് എ വേർഡ് ഓർ ഇമേജ് ഇൻഫ്ലുവൻസ് അവർ റെസ്പോൺസസ് ടു ലേറ്റർ സ്റ്റിമുലസ്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം എക്സ്പോസ് ചെയ്തിട്ടുണ്ട്, ചില വാക്കുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് മറ്റെന്തെങ്കിലും ഓർമ്മ വരുത്തും. ഓക്കെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യം ആ ഒരു ഇമേജുമായി ബന്ധപ്പെട്ട് നമ്മളുടെ മനസ്സിൽ കിടക്കുകയാണ്. ഇതിനെയാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ ഫിനോമിനൻ വെയർ എക്സ്പോഷർ ടു എ സ്റ്റിമുലസ്, ഒരു ഇമേജ് കാണുന്നു അല്ലെങ്കിൽ ഒരു വാക്ക് കേൾക്കുന്നു, ഉടനെ നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന മറ്റു ചില കാര്യങ്ങൾ അതുമായി ഡയറക്റ്റ്ലി ബന്ധപ്പെട്ടാകണമെന്നില്ല, എന്നാൽ ആ ഒരു കാര്യം കേട്ടപ്പോൾ ഉടനെ നമ്മൾ ഓർത്തെടുക്കുകയാണ് വേറെ അതുമായി റിലേറ്റ് ചെയ്ത് നമ്മളുടെ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യം. ഇതാണ് പ്രൈമിംഗ് എന്ന് പറയുന്ന ആ ഒരു ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി ഇൻവോൾവ്സ് നോയിങ് ഹൗ ടു പെർഫോം ടാസ്ക്, ഒരു കാര്യം എങ്ങനെ ചെയ്യണമെന്ന് ഓർത്തെടുക്കുക, അല്ലെങ്കിൽ മോട്ടോർ സ്കിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ്? പ്രൊസീജിയറൽ മെമ്മറിയുമായി ബന്ധപ്പെട്ടാണ്. റൈറ്റ്. സോ ഇതൊന്ന് ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഈ ടൈപ്പ് ഓഫ് മെമ്മറിയും പ്രൈം എന്ന് പറഞ്ഞ കൺസെപ്റ്റും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? നമ്മൾ ക്ലാസ് റൂമിൽ പറഞ്ഞിട്ടില്ല, ലൈവ് സെഷനിൽ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. സോ ഈസ് ഇറ്റ് ക്ലിയർ?
ഓക്കെ, ശരി. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ സ്റ്റുഡൻസ് അച്ചീവ്മെൻറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി യൂണിറ്റ് കോഴ്സ്? പറയണ്ടല്ലോ. ഇതെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്തൊന്നും ഞാൻ മനഃപൂർവ്വം കണ്ടെത്തിയതല്ല, ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ സമ്മേറ്റീവ് അസസ്മെൻറ്റ്, ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എത്ര തവണ റിപ്പീറ്റ് ചെയ്തെന്ന് ആലോചിക്കാൻ, അത്രയും സിഗ്നിഫിക്കൻസ് അസസ്മെൻറ്റ് ടൈപ്സിനുണ്ട്. ഇനി വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ്? എന്താണ് ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ് പർപ്പസ്? ഡയഗ്നോസ്റ്റിക്, ഒരു ഡോക്ടർ ഡയഗ്നോസിസ് കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? എന്താണ് പ്രശ്നമെന്ന് അറിയാൻ വേണ്ടിയാണ്, റൈറ്റ്? അതേപോലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് എന്താണ്, അവരുടെ വീക്ക്നെസ് എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അസസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, സോ ടു ഐഡൻറ്റിഫൈ സ്റ്റുഡൻസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, അതാണ് ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ്. വിച്ച് ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് ഈസ് യൂസ് ടു ഡിറ്റർമിൻ സ്റ്റുഡൻസ് റെഡിനെസ് ഫോർ എ പെർട്ടിക്കുലർ കോഴ്സ് ഓഫ് പ്രോഗ്രാം? ഒരു പെർട്ടിക്കുലർ കോഴ്സിനും പ്രോഗ്രാമിനും സ്റ്റുഡൻറ്റ് റെഡി ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് അസസ്മെൻ്റ് ആണ്? ദാറ്റ് ഈസ് കോൾഡ് പ്ലേസ്മെൻറ്റ്, റൈറ്റ്? പ്ലേസ്മെൻറ്റ്, എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ നടത്തുന്ന ആ പർപ്പസിന് വേണ്ടിയാണ് പ്ലേസ്മെൻറ്റ് അസസ്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി ഇൻവോൾവ്സ് റിമെമ്പറിങ് സ്പെസിഫിക് ഇവൻറ്റ്സ് ഓർ എക്സ്പീരിയൻസ്? ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഏരിയയിൽ നിന്ന് 2-3 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്പെസിഫിക് ഇവൻറ്റ്സ് ഓർത്തെടുക്കുക, എക്സ്പീരിയൻസ് ഓർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഏത് ടൈപ്പ് ഓഫ് മെമ്മറിയാണ്? ദാറ്റ് ഈസ് കോൾഡ് എപ്പിസോഡിക് മെമ്മറി, റൈറ്റ്? എപ്പിസോഡിക് മെമ്മറി. ആൻഡ് വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ്? പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് എന്തിനു വേണ്ടിയാണ്? ആൻസർ പ്ലീസ്. ഓക്കെ, ആൻസർ കിട്ടിയല്ലോ. ഓപ്ഷൻ സി, റൈറ്റ്. അതായത് ഇതുവരെയുള്ള ലേണിംഗ് എത്രമാത്രമാണ്, ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്നത്തെ സെഷനകത്ത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആയോ? ഡു യു ഹാവ് എനി അതർ ക്വസ്റ്റ്യൻസ്? ആ, പറഞ്ഞോളൂ. ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. ക്വസ്റ്റ്യൻസ് നമ്മൾ ആക്ച്വലി ആ ഒരു ഏരിയ ഒന്നും ഡയറക്റ്റ്ലി നമ്മളുടെ സിലബസ് പ്രകാരം ഇല്ല. ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള രീതിയിൽ ആഡ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതിനകത്ത് മെമ്മറി എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഈ 3 തരത്തിലുള്ള മെമ്മറിയെ പറ്റിയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഓപ്ഷൻസിനകത്ത് പ്രൈമിങ് എന്ന് പറയുന്ന കൺസെപ്റ്റും കിടപ്പുണ്ട്. ഒരു ഓപ്ഷനിൽ കിടപ്പുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും ചെക്ക് ചെയ്യും. അതർവൈസ് നമ്മൾ അതിനെപ്പറ്റി പറയേണ്ട. അതായത് ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു ക്വസ്റ്റ്യൻ എടുക്കുക, അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതല്ല. ആ ഓപ്ഷനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ടോപ്പിക് ഏരിയ ആയിരിക്കും അടുത്ത വർഷത്തെ ക്വസ്റ്റ്യനകത്ത് വരുന്നത്. അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ആ 4 ഓപ്ഷൻ എന്താണെന്ന് പഠിച്ചേക്കുക. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രൈമിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ പറ്റി ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ഇല്ല, പക്ഷേ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രൈമിംഗ് ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് ടൈം ദർ മേ ബി എ ക്വസ്റ്റ്യൻ ഫ്രം ദാറ്റ്. ആ രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓക്കെ ആണോ? ഇനി എന്തെങ്കിലും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് 2 സെഷൻസ് കൂടി വൈൻഡപ്പ് ചെയ്യും നമ്മൾ. അപ്പോൾ അതിനുള്ളിൽ നിങ്ങളെല്ലാവരും പ്രീവിയസ് കാണാനുള്ള ലെക്ചേഴ്സ് കണ്ടു തീർക്കുക. അതുകൂടാതെ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. എൻ്റെ കയ്യിൽ കൂടുതൽ ടെസ്റ്റുകളുണ്ട്, അത് ഞാൻ റിവിഷനായിട്ട് നിങ്ങൾക്ക് തരാം. ആൻഡ് റിവിഷൻ ആയി ബന്ധപ്പെട്ടൊരു കാര്യവും കൂടി, ലോജിക്കൽ ലിസണിങ്ങിൻ്റെ റിവിഷൻ പറഞ്ഞപ്പോൾ എല്ലാവരും 16-ാം തീയതിയാണ് കൂടുതൽ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് അല്ലേ? എന്തുകൊണ്ടത്?
വൈ നോട്ട് 9th ഓർ വൈ നോട്ട് 2nd, അതായത് നാളെ? ബിക്കോസ് നമ്മൾ ആ ഏരിയ ഓൾറെഡി എക്സാം കണ്ടക്ട് ചെയ്തതല്ലേ. എക്സാം പലതവണ നിങ്ങൾ എഴുതി, നല്ല സ്കോറുകൾ വാങ്ങിച്ചു. അതിനുശേഷം ഞാൻ നിങ്ങളോട് നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. വീക്ക് സോൺസും മോഡറേറ്റ് സോണും അതേപോലെ കംഫർട്ട് സോണൊക്കെ ആയിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ പറയുകയാണ് 9ാം തീയതി അല്ലെങ്കിൽ 16ാം തീയതി എന്നാണ് കൂടുതൽ ആളുകൾ പറഞ്ഞത്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. 16ാം തീയതി ഓപ്ഷൻ ഞാൻ വെറുതെ ഇട്ടതാണ്, അതിൻ്റെ പ്ലാനിൽ പോലും ഇല്ല. സോ വിൽ ബി കണ്ടക്ടിങ് എക്സാമിനേഷൻ എയ്തർ ടുമോറോ ഓർ നെക്സ്റ്റ് സൺഡേ. അതിലേതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയാം, നമുക്ക് ആ രീതി കണ്ടക്ട് ചെയ്യാം. ബിക്കോസ് ഒരുപാട് ഡിലേ വരുത്തണ്ട. ബിക്കോസ് അടുത്ത സബ്ജക്റ്റ് ഇപ്പോൾ ICT ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് നമുക്ക് നടത്തണം. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് നമുക്ക് നല്ല എഫേർട്ട് എടുത്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ഐ തിങ്ക് നാളെ ഞാൻ പറയുന്നില്ല. ഓക്കെ, അതെനിക്ക് മനസ്സിലായി. പുതിയ ആൾക്കാരോടല്ല ഞാൻ ചോദിച്ചത്. പുതിയ ആൾക്കാരുടെ ഈ ക്വസ്റ്റ്യൻ ബാധകമേ അല്ല. ഞാൻ ചോദിച്ചിരിക്കുന്നത് ആക്ച്വലി ഓൾറെഡി നമ്മുടെ ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻ സെഷൻസ് അറ്റൻഡ് ചെയ്തവരോടാണ്. അപ്പോൾ ആക്ച്വലി അവർ വൈകുന്നത് ശരിയല്ല, അവർ ഓൾറെഡി അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ 9th ഈസ് ഫൈൻ ഫോർ മീ. 9th നമുക്ക് റിവിഷൻ കണ്ടക്ട് ചെയ്യാം, റിവിഷൻ ടെസ്റ്റായിട്ട്. ഐ തിങ്ക് ദർ വിൽ ബി 50 ക്വസ്റ്റ്യൻസ്, 50 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ടെസ്റ്റ് എന്നുള്ള രീതിയിൽ. ഓൾറെഡി 50 ക്വസ്റ്റ്യൻ്റെ ഒരു ടെസ്റ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ടെസ്റ്റ് നിങ്ങൾ ഇപ്പോൾ കണ്ട ക്വസ്റ്റ്യൻസൊക്കെ തന്നെ ആയിരിക്കാം. എന്നിരുന്നാൽ കൂടി ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ആ ടെസ്റ്റ് നിങ്ങൾക്ക് 9th അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? സാർ, അപ്പോൾ നമ്മുടെ ഈ ടീച്ചിങ് ആറ്റിറ്റ്യൂഡിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കുമോ? തീർച്ചയായും. അതിനിപ്പോൾ അങ്ങോട്ട് പോസ്റ്റ്പോൺ ചെയ്ത് പോവോ? ഞാനത് പോസ്റ്റ്പോൺ ചെയ്യാതിരിക്കാം കേട്ടോ. അതായത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സെഷൻ കഴിഞ്ഞതിൻ്റെ വിത്തിൻ 1 വീക്ക് നമുക്ക് എന്തായാലും കണ്ടക്ട് ചെയ്യാം. സൺഡേ ആകണം നിർബന്ധമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക്. നിങ്ങളുടെ കൺവീനിയൻസ് ഞാൻ അവിടെ എന്തായാലും നോക്കും. നിങ്ങളൊരു 1 hour ടൈം തന്നാൽ മതി. ഞാൻ കഴിഞ്ഞ തവണ ലോജിക്കൽ റീസണിങ്ങിൻ്റെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തപ്പോഴും അതല്ലേ പറഞ്ഞത്, സൺഡേയിൽ ഡിഫറെൻറ്റ് സ്ലോട്ട്സ് ഞാൻ തരുന്നുണ്ട്. ആ സ്ലോട്ടുകളിൽ നിങ്ങൾക്ക് പറ്റുന്നൊരു സ്ലോട്ട് എടുക്കുക, അതേപോലെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ആ രീതിയിൽ നമുക്കിതും ചെയ്യാം. റൈറ്റ്? അതെന്നാണെന്ന് ഞാൻ പറയാം, എന്നാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ അറിയിക്കാം. അതിനകത്ത് നിങ്ങളുടെ പോസിബിലിറ്റി പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൺവീനിയൻറ്റ് അല്ല, സൺഡേ ആണ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ മറ്റൊരു ദിവസമാണ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. പക്ഷെ എല്ലാവരും ചെയ്യണം. ടെസ്റ്റ് മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. ഇല്ല, ഒന്നുമില്ല, വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറയുകയാണ്. ദാറ്റ്സ് നോട്ട് എ ഗുഡ് സൈൻ. അപ്പോൾ ട്യൂഴ്സ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന അതൊക്കെ തന്നെയാണ്. എന്നാലും എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. സോ ഈ ഒരു ഫ്രെയിം വർക്ക് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ജൂൺ എക്സാമിനേഷൻ ഡെഫിനറ്റായിട്ട് നമ്മൾ ക്ലിയർ ചെയ്യും. അതിലൊരു സംശയവും വേണ്ട. അതിൻ്റെ ഒരു ഗ്യാരണ്ടി ആയിട്ട് വയ്ക്കുക. നിങ്ങൾ ഈ ഫ്രെയിം വർക്കിന് പുറത്തു പോരുത്. മാക്സിമം എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 hour 1.5 hour ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക കേട്ടോ. സോ ഓൾ ദ ബെസ്റ്റ്. ദാറ്റ്സ് ഓൾ. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഓൾ. ബൈ.